വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പിന്നെയും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ആസ് യു നോ നമ്മളെപ്പോഴും ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഓപ്ഷൻ ബൈങ് ആണ് കംപ്ലീറ്റ്ലി ചെയ്യാറ്. അപ്പം ഇന്നും അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ ബൈങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് ടെർമിനൽ അറിയാമെങ്കിൽ ഇതാണ്. നമ്മൾ ചാർട്ട്ലെസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചാർട്ട് ഒന്നും നോക്കാറില്ല ട്രേഡ് ചെയ്യുന്ന സമയത്ത്. ഇത് പക്ഷേ ഞാനിപ്പോൾ ബാക്കിൽ ട്രേഡിംഗ് വ്യൂ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഞാൻ തോട്ട് പ്രോസസ്സ് ചെയ്തിരുന്നതെന്ന് അറിയാൻ വേണ്ടി. ആക്ച്വൽ മാർക്കറ്റിൽ ഞാൻ ചാർട്ട്സ് യൂസ് ചെയ്യാറില്ല. ആകെ ഈ റെക്കോർഡിംഗ് പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അനദർ വൺ മോർ തിങ്, ഈ വീഡിയോ ഇപ്പം നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൻ്റെത് ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്. ബിക്കോസ് ഞാൻ എൻ്റെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും വീഡിയോസ് ചെയ്യാനോ അങ്ങനെ സംസാരിക്കാനൊന്നും ഉള്ളൊരു ഇതുണ്ടാവില്ല. പല കാര്യങ്ങളും നമ്മൾ അതിനിടയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്മോൾ ടൈമിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിങ് ഇട്ടതാണ് നിങ്ങൾക്ക് ആ ട്രേഡിംഗ് ടെർമിനൽ മൂവ് ചെയ്യുന്ന രീതി കാണിക്കാൻ വേണ്ടി. എങ്ങനെയാണ്, ഹൗ ഇറ്റ് വർക്ക്സ്, ഹൗ ദ പ്രൈസസ് ചേഞ്ച് ആൻഡ് ഓൾ. നൗ ഇഫ് യു ക്യാൻ സീ നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിൽ പ്രൈസസ് ചേഞ്ച് ആവുന്ന കാണാം. അപ്പം എൻ്റെ സിസ്റ്റം അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 5 rupees പ്രോഫിറ്റാണ് നമ്മൾ പെർ യൂണിറ്റ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 185 എടുത്തു, 190 വിൽക്കും, 195 എടുത്തു, 200 വിൽക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ലോങ് ടൈമിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇപ്പം നമ്മൾ 185 ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡിന് എത്ര ടൈമിലേക്ക് നമുക്ക് കിട്ടും? ലൈക്ക് നമുക്കൊരു ട്രേഡ് എൻട്രി കിട്ടാൻ തന്നെ ഇത്ര പാടാണ്. അപ്പോൾ നമ്മൾ പിന്നെയും ആ ട്രേഡ് 5 രൂപ പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡ് കിട്ടാൻ ഇത്ര പാടല്ലെന്ന്. ബട്ട് ആക്ച്വലി യു ആർ വെരി റോങ്. ബിക്കോസ് ഇഫ് യു ആർ കെയറിങ് ദ മാർക്കറ്റ് ഇൻ എ വെരി ക്ലോസ് വേ, നമ്മൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം അറ്റ് എ വെരി സ്മോൾ ടൈം നമുക്ക് ചാർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ആക്ച്വൽ നമ്പേഴ്സ് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം 175 to 180 തന്നെ മാർക്കറ്റ് ഒരു 3, 4, 5 ടൈം വരും. 175 വരും, 180 വരെ പോവും, 175 വരും, 180 വരെ പോവും. അപ്പം നമ്മൾ ഇതിന് ഇടയിൽ കിടന്നാണ് 175 എടുക്കും, 180 വിൽക്കും, 175 എടുക്കും, 180 വിൽക്കും. ഈ പ്രോസസ്സ് നമ്മൾ ഇതിന് അതും കംപ്ലീറ്റ്ലി ലിമിറ്റ് ഓർഡേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊന്നും പിന്നത്തേക്ക് വയ്ക്കാറില്ല. ലിമിറ്റ് ഓർഡർ ബൈ, ലിമിറ്റ് ഓർഡർ സെൽ. അപ്പോൾ അത് വെച്ചാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് ടെർമിനൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടലി 4000 rupees ആണ്. ഇത് നമ്മൾ അറൗണ്ട് ഒരു 70k ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. 70k ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ ആക്ച്വലി ഇത്ര ക്യാപിറ്റലിൻ്റെ ആവശ്യം പോലും ഇല്ല. ലൈക്ക് ഐ തിങ്ക് 15,000 20,000 ഒക്കെ നിങ്ങൾക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്യും. ബട്ട് വി പുട്ട് മൾട്ടിപ്പിൾ ഓർഡേഴ്സ്. നമ്മൾ ഒരേ ടൈം 3, 4, 5 ഓർഡേഴ്സ് ഇടും. ആൻഡ് ഈച്ച് ഓർഡർ ഞാൻ 4 lots വെച്ചാണ് ചെയ്തത്. അത് മീൻസ് 60 units. നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രേഡിങ്ങിനകത്ത് 60 units ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻസ് 4 lot വെച്ച് ചെയ്യുന്നതിനാണ് ഈ പ്രോഫിറ്റ്. അപ്പം ഞാൻ അപ്രോക്സിമേറ്റ്ലി പറയുക ഒരു 80k ക്യാപിറ്റൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് അണ്ടറിൽ നമുക്ക് റിക്വസ്റ്റ് ഇട്ടാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. ബിക്കോസ് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി അനുസരിച്ച്. നമ്മളിപ്പം 175 ബൈ ഇട്ടു, 170 ബൈ ഇടും, 165 ബൈ ഇടും. ആ സിറ്റുവേഷൻ അനുസരിച്ച് മേ ബി വി വിൽ ആവറേജ് ഡൗൺ ഓൾസോ. സംടൈം മാർക്കറ്റ് ഇച്ചിരി ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ അടിച്ച് മുകളിലോട്ട് കയറും. അപ്പോൾ ആ അടിച്ച് താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ വെച്ച് നിന്ന് പേടിച്ച് നിൽക്കരുത്. 170ക്ക് വാങ്ങിച്ചു, 165 വാങ്ങിക്കും, 160ക്കും വാങ്ങിക്കും, എന്നിട്ട് തിരിച്ചു പോയി 165 വിൽക്കും. മറ്റേ 165 വാങ്ങിച്ചത് 170ക്ക് വിൽക്കും. ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ട്രേഡിങ്. അപ്പം ഇതെങ്ങനെ ചൂസ് ചെയ്യാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി പി എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് പ്രൈസ് ആണ്. ആവറേജ് ട്രേഡ് പ്രൈസ് നോക്കുക. ആ ആവറേജ് ട്രേഡ് പ്രൈസിനകത്ത് ഇവിടെ ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ എടുക്കുന്ന എൽ ടി പി, നമ്മുടെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആവറേജ് ട്രേഡഡ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള ട്രേഡ്സ് മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ പറ്റും മാർക്കറ്റിൽ. അപ്പം നിങ്ങളെപ്പോഴും നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് ട്രേഡഡ് പ്രൈസിനേക്കാളും കൂടുതൽ എൽ ടി പി ഉള്ളപ്പം നിങ്ങൾക്ക് എൻട്രി എടുക്കാം ട്രേഡിൽ. അപ്പം വളരെ യൂസ്ഫുൾ, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു മൊമെൻറ്റം കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്ത സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു പോയിൻറ്റിലും ട്രേഡ് എൻട്രി ആക്ച്വലി പോസിബിൾ അല്ല. ബിക്കോസ് എല്ലാ എൽ ടി പിയും ആവറേജ് ട്രേഡ് പ്രൈസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. ഞാനിത് റെക്കോർഡിങ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തത്. പക്ഷേ ഒരുപാട് ടൈം മാർക്കറ്റ് ഇനിഷ്യലിയൊക്കെ തുറന്നു വരുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ കോൾ ഓപ്ഷൻ, ഇത് ഒരു ഡയറക്ഷൻ വേണം. ഇതിപ്പോൾ ആക്ച്വലി ഒരു കൺസോൾട്ടേഷൻ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇവിടെ കാണാൻ. നമുക്ക് ഇച്ചിരി ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് ഉള്ളതെന്ന് കാണും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നെങ്കിൽ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ആവറേജ് ട്രേഡ് പ്രൈസിനേക്കാളും മുകളിൽ കാണും. അപ്പം അതിനകത്ത് നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 rupee പ്രോഫിറ്റ് ഈച്ച് ട്രേഡിനെടുത്ത് എടുത്തെടുത്ത് പോവുക. അപ്പം വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇപ്പം നമ്മുടെ എഗെയിൻസ്റ്റ് ഒന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോലും ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ഇത്രയെണ്ണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടുണ്ട്. നമ്മുടെ ആ ബുക്ക് പ്രോഫിറ്റുമായിട്ട് ഇതൊന്ന് സെറ്റ് ഓഫ് ആയി പോകത്തേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക്
അത്ര വലിയ ലോസിലോട്ട് അത് പോവില്ല. നമുക്കതും ചെറിയൊരു മാർജിൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എഫിഷ്യൻ്റായിട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന വലിയൊരു ഇഷ്യൂ ബിഗിനറിനെ സംബന്ധിച്ചോളം, നമ്മളൊക്കെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഒത്തിരി കാണും, പക്ഷേ നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യത്തില്ല. നമ്മൾ ബുക്ക് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്ത് അവസാനം അത് കംപ്ലീറ്റ് ലോസിൽ പോവും. നമുക്കുള്ളതും പോയി എല്ലാ കാര്യവും പോകുന്നൊരു ഇഷ്യൂ വന്ന് ക്യാപിറ്റൽ വൈപ്പ് ഔട്ടിലേക്ക് ഇങ്ങനെ പതിയെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ₹5 പ്രോഫിറ്റ് വെച്ച് എടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇനഫ് ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ജസ്റ്റ് നോക്കുക, ഇതിനകത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ 169 എന്നുള്ളത് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെ 170 ആയി, 169 ആയി, പിന്നെ അവിടെ നിന്ന് അത് ഇച്ചിരി നേരം നിങ്ങളിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ കാണാം അത് ഇങ്ങനെ കൂടുകയും കുറയും ചെയ്ത് താഴോട്ട് വരും, മുകളിലോട്ട് കയറും. അപ്പം നമുക്കൊരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ തന്നെ 172 ആയി. ഇതൊന്നും ചാർട്ടിൽ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് ഉപയോഗിക്കാത്തതിൻ്റെ തന്നെ റീസൺ. ചാർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മെൻ്റലി അത് ഒത്തിരി ബ്ലോക്കേജിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് പ്രൈസാണ് ഫോക്കസ് ചെയ്യുന്നത്, അതും ഫുള്ളി ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് ചെയ്യുന്നതായത് നമുക്ക് പീസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും, അതും പ്രോഫിറ്റബിലിറ്റി കൂട്ടും. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അൻറ്റിൽ വി സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഫോർ നൗ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. അതും നിങ്ങൾക്ക് ഇത് കൂടുതൽ പഠിക്കണം, ഇതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ അടിയിൽ നമ്മൾ കമൻസിൽ കൊടുക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡെയിലി പ്രോഫിറ്റുകൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്ട്രാറ്റജീസ് എന്താ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിനെ ബിഗ് ലെവലിലേക്ക് നമുക്കത് കയറ്റിക്കൊണ്ട് വരണം, നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ പതിയെ ട്രേഡ് എടുത്ത് തുടങ്ങുക. സീ ഹൗ ദ സിസ്റ്റം വർക്ക്സ് ഫോർ യു ആൻഡ് ദെൻ ജോയിൻ ദ ഗ്രൂപ്പ്. താങ്ക് യു.